ഫിഷിംഗ് നടത്തി കുക്ക് ചെയ്ത് ഒരു കൊച്ചു ദ്വീപിലെ 2 ദിവസത്തെ താമസം. ഇതൊക്കെയായിരുന്നു ഫാറൂഖിന്റെ വാഗ്ദാനങ്ങൾ. അങ്ങനെ വാഗ്ദാനങ്ങളൊന്നും പാഴായില്ല എന്ന് മാത്രമല്ല, പറഞ്ഞതിനേക്കാൾ മനോഹരമായ ദിവസങ്ങളായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ഇന്ന് അഗത്തിയിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് പോകാനാണ് തീരുമാനം. അഡ്വഞ്ചർ സ്പോർട്സിന് പേരുകേട്ട ദ്വീപാണ് ബംഗാരം. സ്കൂബ ഡൈവിംഗും സ്നോർക്ലിംഗും കയാക്കിങ്ങും പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൂടുതലും. 10 മണിക്കാണ് അങ്ങോട്ട് പോകാനുള്ള ബോട്ടിന് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഭക്ഷണവും കഴിച്ച് റെഡി ആവണം. കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ കട. ഇന്ന് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും. പൊറോട്ടയ്ക്കും കറിക്കും കൂടി 50 രൂപയാണ് എനിക്ക് ആയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 7:30. ബോട്ടെത്താൻ ഇനി 2.5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എന്നാൽ പിന്നെ ജെട്ടിയിലേക്ക് നടന്നു തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ജെട്ടിയിലേക്കുള്ള ദൂരം. ഫാറൂഖ് 9:30 ആവുമ്പോഴേക്കും ജെട്ടിയിലെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗാരം എത്തിയ പിന്നെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഫാറൂഖ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ ഫിഷിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജെട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ് ദ്വീപിലെ ചെറിയൊരു കൊപ്രാക്കളമാണ്. ഒരാൾ ഇവിടെ ഇരുന്ന് കൊപ്രയ്ക്കുള്ള തേങ്ങ പൊട്ടിക്കുന്നു. പൊട്ടിക്കുന്ന മിക്ക തേങ്ങയിലും പൊങ്ങുണ്ട്. പൊങ്ങും തേങ്ങയും ഒക്കെ വേർതിരിച്ചാണ് ഇടുന്നത്. ഈ കാണുന്ന പൊങ്ങുകളെല്ലാം ഇവിടുത്തെ ആടുകൾക്കുള്ള തീറ്റയാണ്. പക്ഷേ എൻ്റെ പല യാത്രകൾക്കിടയിലും ഈ പറയുന്ന പൊങ്ങ് നല്ല വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിവിടെ ആവശ്യക്കാർക്ക് വെറുതെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്നത് ആടിന് തീറ്റയായും കൊടുക്കും. പക്ഷേ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചു വാങ്ങാൻ ഒരു മടിയും ഉണ്ടായില്ല. പോരാത്തതിന് 2 വാങ്ങി ബാഗിലുമാക്കി. അതും കഴിച്ച് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ഇന്നലെ ചൂര വിറ്റ അതേ സ്ഥലം. പക്ഷെ ഇന്ന് കുറച്ച് വലിയ ചൂരയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു ചൂരയെടുത്ത് വെറുതെ ഒന്ന് തൂക്കി നോക്കി. 4 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് ഒന്നിന്. വിൽക്കുന്നവർക്കറിയാം ഞാൻ വാങ്ങാൻ വന്നതല്ലെന്ന്. പക്ഷെ ഒന്നെടുത്ത് വെറുതെ തൂക്കി നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെയാണ് അവർ സമ്മതിച്ചത്. ചില വ്യാപാര സ്ഥാപനങ്ങളിൽ വില ചോദിച്ചിട്ടും വാങ്ങാതെ പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ചില ഭാവവ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മനോഭാവം ദ്വീപുകാർക്ക് നമ്മളോടില്ല. ഇതെല്ലാം അവരുടെ നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് അഗത്തിയിലെ പവർ ഹൗസ് ആണ്. ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് ഇവിടെയുള്ള വീട്ടുപയോഗത്തിനുള്ള കറണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീസൽ നിറച്ച ബാരലുകളാണ്. ഈ ബാരലുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇന്ധന ചെലവ് നല്ല രീതിയിലുണ്ടെന്ന്. ഇന്ധനത്തിന് വലിയ വില നൽകേണ്ടി വരുന്ന ഈ നാട്ടിൽ കൊച്ചി എയർപോർട്ടിലെ പോലെ എന്തുകൊണ്ട് സോളാർ പ്ലാന്റ് വെച്ചുകൂടാ എന്ന് ഓർത്തുപോയി. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഇവിടെ പ്രാവർത്തികമാക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാവാം. പക്ഷെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സോളാർ പ്ലാന്റ് അഗത്തിയിലുണ്ട്. ഈ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഇവിടങ്ങളിലെ വഴിവിളക്കിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സമയം 9:35. 9:30 ജെട്ടിയിലെത്താനാണ് ഫാറൂഖ് എന്നോട് പറഞ്ഞിരുന്നത്. സത്യത്തിൽ 5 മിനിറ്റ് വൈകിയാണ് ഞാൻ എത്തിയത്. പക്ഷെ ഞാനിവിടെ വന്നിട്ടും ഫാറൂഖ് ഇവിടെ എത്തിയില്ല. അവസാനം 9:40 ഫാറൂഖ് എത്തിയപ്പോൾ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ് ആശാന്റെ വരവ്. സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ടാണ് ഇത്രയും വൈകിയതെന്നാണ് ഫാറൂഖ് പറയുന്നത്. ബംഗാരത്തേക്ക് പോകാനുള്ള ബോട്ടും എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 3/4 മണിക്കൂർ യാത്ര ചെയ്തു വേണം ബംഗാരത്തെത്താൻ. ഇവിടുന്ന് ബോട്ട് ഹയർ ചെയ്ത് പോകാൻ 8,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ഇവർ വാങ്ങുന്നത്. ഇങ്ങനെ ഹയർ ചെയ്യുന്ന ബോട്ടിൽ മിനിമം 12 പേർക്ക് വരെ യാത്ര ചെയ്യാം. സത്യത്തിൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഹയർ ചെയ്ത ബോട്ടല്ല. മറ്റാരോ ഹയർ ചെയ്ത ബോട്ടിൽ ഷെയർ ചെയ്താണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു തുക മാത്രമാണ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആനുകൂല്യം എപ്പോഴും കിട്ടണമെന്നില്ല. ഇതിപ്പോ ഫാറൂഖ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം സാധിച്ചതാണ്. ഈ പോകുന്ന ബോട്ട് ബംഗാരം എത്തിയാൽ പിന്നെ ബംഗാരവും കണ്ട് തൊട്ടടുത്തുള്ള മറ്റൊരു ദ്വീപായ തിണ്ണകരയും കണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് മടങ്ങുന്നത്. പക്ഷെ ഞാനും ഫാറൂഖും ഇന്ന് തിരിച്ചു മടങ്ങുന്നില്ല എന്നതാണ് തീരുമാനം. ഫിഷിംഗ് നടത്തി തിണ്ണകരയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മടങ്ങാനാണ് തീരുമാനം. സ്റ്റേ ചെയ്യാനുള്ള ടെന്റും ഫിഷിങ്ങിനുള്ള സ്റ്റിക്കും റീലും ഒക്കെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എടുത്തിരുന്നു. ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഫിഷിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങി. സത്യത്തിൽ ഈ ഒരു ചൂണ്ടയിടയിൽ വെറുതെ ആയിപ്പോയി. ഒരൊറ്റ മീനെ പോലും കിട്ടിയില്ല. അങ്ങനെ 3/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബംഗാരത്തെത്തി. ഈ ഒരു പോക്ക് ഫിഷിംഗ് നടത്തി കുക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പോട്ട് കണ്ടെത്താനുള്ള പോക്കാണ്. കൊണ്ടുവന്ന ലഗേജുകളെല്ലാം ഒന്ന് സേഫ് ആക്കണം. ഇവിടെ ഫാറൂഖിന്റെ സുഹൃത്തിന്റെ ഒരു ഷെഡുണ്ട്. ലഗേജുകളെല്ലാം അവിടെ വെക്കാനാണ് തീരുമാനം. അങ്ങനെ ലഗേജുകളെല്ലാം സേഫ് ആക്കി ഫിഷിങ്ങിന് ഇറങ്ങി. ഇവിടെ കണ്ടതാണ് ലോബ്സ്റ്ററിനോട് സാമ്യമുള്ള ഒരുതരം ക്രാബാണ്. പക്ഷേ ഇതിന്റെ പുറത്ത് കാണുന്ന ഷെല്ലുകളൊന്നും ഈ കാണുന്ന ക്രാബിന്റെ അല്ല എന്നതാണ് സത്യം. ജീവനില്ലാത്ത ഇത്തരം ഷെല്ലുകൾ തേടിപ്പിടിച്ച് ഇതിനകത്ത് ജീവിക്കുകയാണ് ഈ ചെറിയ ക്രാബുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് പല രൂപത്തിലും നിറത്തിലുമാണ് ഇത് കാണുന്നത്. ഇവിടുത്തെ ദ്വീപുകളെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടുത്തെ വൈറ്റ് സാൻഡും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളവുമാണ്. ഈ ദ്വീപിലെ വൈറ്റ് സാൻഡ് ഇവിടെയുള്ള കോറൽസിന്റെയും ഷെല്ലുകളുടെയും അവശിഷ്ടമാണ് ഇവിടെ സാൻഡായി മാറിയിരിക്കുന്നത്. ഈ ദ്വീപുകളെയെല്ലാം കൂടുതൽ ഭംഗിയാക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇവിടുന്ന് ഫിഷിങ്ങിന് വേണ്ടി നേരെ സാൻഡ് ബാങ്കിലേക്ക് പോകാമെന്നാണ് തീരുമാനം. വേലിയേറ്റ സമയമായതുകൊണ്ട് സാൻഡ് ബാങ്കിലേക്ക് പോകാൻ വെള്ളത്തിലൂടെ നടന്നു തന്നെ വേണം പോകാൻ. തിരിച്ചു മടങ്ങുമ്പോൾ വെള്ളം കൂടാതിരുന്നാൽ ഭാഗ്യം.
വേലിയിറക്ക സമയമാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് കൂടുതൽ മീനുള്ളതെന്നാണ് ഫാറൂഖ് പറയുന്നത്. അങ്ങനെ സാൻഡ് ബാങ്കിൽ എത്തിയപ്പോഴേക്കും ഫാറൂഖിന്റെ കുറച്ച് ഫ്രണ്ട്സും വന്നു. ഇവരും ഇവിടെ ഫിഷിങ്ങിന് വന്നതാണ്. കുറച്ചധികം നേരം കാസ്റ്റ് ചെയ്തിട്ടും വലിയ രീതിയിലുള്ള പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ മീനുകൾ ഉണ്ടാവും എന്നുള്ള ഫാറൂഖിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. അധികം വെള്ളം കൂടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്നും മടങ്ങണം. തിരിച്ചു മടങ്ങിയപ്പോഴേക്കും വന്നതിലും കൂടുതൽ വെള്ളമായിട്ടുണ്ട്. 2-3 മീനെ മാത്രമാണ് കിട്ടിയത്. ഈ കാണുന്ന മീൻ സാധാരണയായി ചൂണ്ടയിൽ കിട്ടാത്തതാണ്. ലഗൂൺ ഫിഷിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഈ മീനിനെ ഇവിടെ ദ്വീപുകാരും കഴിക്കാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചു. പിന്നീട് ബാക്കിയുള്ളത് ഈ കാണുന്ന മീനുകളാണ്. ഇതിന്റെ കൂടെ കുറച്ച് മീനുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തേക്കുള്ളത് ആയേനെ. അപ്പോഴാണ് ഫാറൂഖ് ഒരു തീരുമാനം പറഞ്ഞത്. ഇവിടെയുള്ള ഫാറൂഖിന്റെ പരിചയക്കാരന്റെ കയ്യിൽ വലയുണ്ടെന്നും അത് വിരിച്ചാൽ ഉറപ്പായിട്ടും മീൻ കിട്ടുമെന്നും പറഞ്ഞു. എന്നാ പിന്നെ നേരത്തെ പറയാത്തത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. അവസാനം പരിചയക്കാരനെയും കൂട്ടി വല വിരിക്കാൻ തീരുമാനിച്ചു. വല വിരിച്ചു പിടിച്ചത് കുറച്ചൊന്നുമല്ല, ആവശ്യത്തിൽ കൂടുതൽ മീനുകളാണ് ഉണ്ടായിരുന്നത്. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് ബോട്ടിൽ കൊടുത്തു വിട്ടാൽ ദ്വീപിലെ ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കും. ഇനി വേണം കിട്ടിയതിൽ നിന്നും കുറച്ച് മീനെടുത്ത് കുക്ക് ചെയ്യാൻ. സമയം ഏകദേശം 2:30 നല്ല രീതിയിലുള്ള വിശപ്പുണ്ട്. ഈ ഒരു ദ്വീപ് വാസസ്ഥലമല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരൊറ്റ കട പോലും ഉണ്ടാവില്ല. പിന്നെ ആകെയുള്ളത് ലക്ഷദ്വീപ് ടൂറിസത്തിന്റെ തന്നെ ഒരു റിസോർട്ടാണ്. മീൻ കറിയായി വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. ഇടക്കാല ആശ്വാസം എന്നോണം ഇവിടെ കിടന്ന ഒരു തേങ്ങ എടുത്ത് പൊതിച്ച് അതിനകത്തെ പൊങ്ങ് കഴിച്ചാണ് അവസാനം വിശപ്പടക്കിയത്. മീൻകറി വെക്കാൻ വലിയ രീതിയിലൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ ഒപ്പിച്ചു. 3:30 ആയപ്പോഴേക്കാണ് ഭക്ഷണമൊക്കെ റെഡിയായത്. വൈകുന്നേരത്തെ മീൻകറി ദ്വീപ് സ്റ്റൈലിൽ വെച്ചോളാന്ന് ഫാറൂഖ് കേട്ടിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സും മാറി വീണ്ടും വലവിരിക്കാനായി ഇറങ്ങി. ഇത്തവണ കിട്ടിയത് കുറച്ച് വലിയ മീനുകളാണ്. ഈ ഒരു വരവ് വെറുതെ ആയില്ല. മീനും പിടിച്ചു നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. സമയം ഏകദേശം 5 മണിയായി. 5 മണിയാകുമ്പോൾ ഫാറൂഖിന്റെ കുറച്ച് ഫ്രണ്ട്സ് ബോട്ടുമായി വരും. അവരുടെ കൂടെ തിണ്ണകര പോകാനാണ് തീരുമാനം. അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ബംഗാരത്ത് തങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇവിടെ തങ്ങാനുള്ള അനുവാദം നമുക്കില്ല. രാവിലെ വന്നിട്ട് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു മടങ്ങാനാണ് അനുവാദം കിട്ടിയിരിക്കുന്നത്. 5:30 ആയപ്പോഴേക്കും ബോട്ടുമായി അവരെത്തി. ബോട്ടിൽ കയറി നേരെ തിണ്ണകരയിലേക്ക്. ഇവിടുന്ന് 10 മിനിറ്റ് യാത്ര ചെയ്ത് വേണം തിണ്ണകരയിലെത്താൻ. വന്ന പിള്ളേരാണെങ്കിലോ പൊളി വൈബ് തന്നെ. ഇവരെല്ലാവരും ദ്വീപുകാർ തന്നെയാണ്. ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഇതുപോലെ ഒത്തുകൂടാറുണ്ടത്രേ. ഇങ്ങനെ ഒരു ഒത്തുകൂടൽ രാവിലത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ഇവിടെ എത്തിയതും ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കറണ്ടിനുള്ള ജനറേറ്ററൊക്കെ കരുതിയാണ് ഇവര് വന്നിരിക്കുന്നത്. എന്തായാലും ഫാറൂഖിന്റെ വാഗ്ദാനങ്ങളൊന്നും വെറുതെ ആയില്ല. പ്രതീക്ഷിച്ചതിലും വൈബ് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. ഇനി നാളെ രാവിലെ വേണം തിണ്ണകരയൊന്ന് കറങ്ങിക്കാണാൻ.